ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു ചിത്രം പുറത്തു വരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തിരുവനന്തപുരത്തു നിന്നുള്ള കോൺഗ്രസിന്റെ MP ശശി തരൂരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരു ചിത്രം. ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതയുടെ മഞ്ഞ് ഉരുകിയിരിക്കുകയാണ് എന്ന സൂചന നൽകുന്നതാണ് ഈ ചിത്രം. ഇവരുടെ ഈ മീറ്റിംഗിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ ശശി തരൂരും ആ മീറ്റിംഗിൽ സംസാരിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ഡൽഹിയിൽ വെച്ച് നടന്ന നേതൃയോഗത്തിൽ ശശി തരൂർ പങ്കെടുത്തില്ല. മാധ്യമങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് വാർത്ത വന്നത് കേരളത്തിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ശശി തരൂരിന് കാര്യമായ പരിഗണന കൊടുത്തില്ല, അവഗണിച്ചു. അതിൽ പ്രതിഷേധിച്ചാണ് ഡൽഹിയിലെ നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉള്ളതിനാലാണ് താൻ ഇതിൽ പങ്കെടുക്കാത്തത് എന്ന് ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ അത്ര പന്തിയിലല്ല എന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് രാജ്യത്തിന്റെ ഇമേജ് ഉയർത്താൻ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച ഡെലിഗേഷനിൽ ഒരു ഡെലിഗേഷൻ ലീഡ് ചെയ്യാൻ ഏൽപ്പിച്ചത് തരൂരിനെ ആയിരുന്നു. കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള ഭിന്നത മുതലെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതിന്റെ ഉദ്ദേശം. പിന്നീട് പല അവസരങ്ങളിലും പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രസ്താവന മുക്കാൽ സംഖ്യയായ ശശി തരൂരിൽ നിന്ന് വരികയും നേതൃത്വവുമായുള്ള ബന്ധം വളരെ വഷളാവുകയും ചെയ്തിരുന്നു. തരൂർ തന്നെ എക്സിൽ പങ്കുവച്ചതാണ് ഈ ചിത്രം. അത് പങ്കുവച്ചുകൊണ്ട് തരൂർ എഴുതിയത്, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയ്ക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും വളരെയേറെ കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠവും സൗഹാർദ്ദപരവുമായ ചർച്ച നടത്തിയതിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരേ അഭിപ്രായത്തിലാണ്, ഒരേ പേജിലാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടു പോകും. ഇവർ 3 പേരും തനിച്ചിരുന്ന് പാർട്ടിയും തരൂരുമായുള്ള ഭിന്നതയെക്കുറിച്ച് വളരെ സൗഹാർദ്ദപരമായ ചർച്ച നടന്നു എന്നും വ്യക്തം. അതോടെ ഭിന്നതകൾ എല്ലാം മാറ്റിവെച്ച് ഒരുമയോടെ പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യമാണ് ഇത് എന്ന് യാതൊരു സംശയവുമില്ല. ഈ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ തരൂരിനോട് ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. You had a very long meeting with Kharge and Rahul ji. What was all discussed, sir? Look, I'm just going to be very brief about this. We had a discussion with my 2 party leaders, the NOP and the Congress president, and we had a very good, constructive, positive discussion. All is good, and we are moving together on the same page. What more can I say? But you were upset. आपकी नाराजगी दूर हो गई. I can't, honestly, there's nothing. Are you campaigning I can't even hear. So will you campaign there? Yes, are you happy with the meeting, sir? I've always campaigned for the So party. was there Where have I any? not campaigned? Sir, I will was there any campaign. discussion on chief ministerial candidate of the party or No, campaign committee That chief? was never the issue. I'm frankly not interested in being a candidate for anything at the moment. I'm already an MP. I have the trust of my voters from Thiruvananthapuram. I have to look after their interests in Parliament. That's my job. So was there discussion on Kerala? For any new job. So was there discussion on Kerala? Did you tell them about the fact that some party Sir, are leaders you may still not have been upset? very charitable Sir, are you about you? happy Did you and mention that? satisfied One minute. with it? So are you satisfied with the meeting? ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോജിച്ചയാൾ തരൂർ ആണ് എന്നായിരുന്നു അഭിപ്രായ സർവേകൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന സർവേയിൽ ഈ വിഷയത്തിൽ തരൂരിന്റെ ജനപിന്തുണ വളരെ പിന്നോക്കം പോയി എന്ന് വ്യക്തമായി. അതിനാലായിരിക്കണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ല എന്നും താനിപ്പോൾ MP ആണ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ ഇല്ല എന്നും തുറന്നു പ്രഖ്യാപിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്നും മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനോടുകൂടി അദ്ദേഹത്തിന് സംസ്ഥാനത്തിന്റെ പൾസ് വ്യക്തമായി മനസ്സിലായി എന്ന് വേണം വിചാരിക്കാൻ. BJP കേരളത്തിൽ പച്ച തൊടുകയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവും എന്നാണ് എല്ലാ സൂചനകളും കാണിക്കുന്നത്. അതിനാൽ കോൺഗ്രസിൽ തന്നെ പിടിച്ചു നിൽക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാത്രവുമല്ല, നരേന്ദ്രമോദിയുടെയും BJPയുടെയും സർവ്വ ഇമേജും
ഇന്ത്യ എമ്പാടും പോയിരിക്കുകയാണ് എന്നുള്ളതും തരൂരിന് വ്യക്തമായി മനസ്സിലായി. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരിമറി നടത്തി അവർ ഇലക്ഷനുകളിൽ ജയിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെല്ലാം പരിപൂർണമായി മോദിക്കും BJPക്കും എതിരായിരിക്കുകയാണ്. അങ്ങനെ ഇതുവഴി ഒരു നല്ല സന്ദേശമാണ് തരൂരും കോൺഗ്രസ് പാർട്ടി നേതൃത്വവും നൽകുന്നത്. ഇനി മുന്നോട്ടും ഇങ്ങനെ തന്നെ പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?